എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മൾ ഡെയിലി വ്ളോഗായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. വെച്ചോട്ടൊന്നും ദേവട്ടനൊന്നും എഴുന്നേറ്റില്ല കേട്ടോ. ഞാൻ ഒരു 6 ആകുമ്പോഴത്തേനും എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ പാല് ചായ കാച്ചാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ പാലിൻ്റെ കവർ ഞാനിങ്ങനെ ഒന്ന് കഴുകും കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുവാണേ. 6-ന് എഴുന്നേക്കുമെങ്കിലും അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേനും ഒരു 6:15 ആവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പല്ല് തേച്ച് ഒക്കെ ഒന്ന് ഫ്രഷായിട്ട് വരുമ്പോഴത്തേന് ആ ഒരു ടൈമാകും. പിന്നെ നമുക്ക് ഒട്ടും സമയമില്ല കേട്ടോ. അവർക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് 8:15 ആകുമ്പോൾ വണ്ടി വരുന്നുണ്ട്. പിന്നെ നല്ല ധൃതിയിൽ ഉള്ള പണിയൊക്കെ ആയിരിക്കും കേട്ടോ. ഈ വിച്ചൂടനാണെങ്കിൽ തിരക്കും എന്നോട്, കൊണ്ടുപോകാൻ എന്താ എന്നൊക്കെ ഇങ്ങനെ തിരക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ സ്റ്റണ്ടായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഇഷ്ടമുള്ള കറി അല്ല ചോറിനെങ്കിൽ അവൻ ഉടനെ പറയും പലഹാരം തന്നാൽ മതി എന്ന് പറയുവേ. അപ്പം അങ്ങനത്തെ ഞാൻ കുറച്ച് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പുട്ടും കടലക്കറിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് നിലക്കടല പച്ചക്കടല ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുള വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് നട്ട് നോക്കാം. ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ നട്ടിട്ട് കടലയൊക്കെ പറിക്കുന്നത്. അപ്പോഴത്തേനും എനിക്കൊരാഗ്രഹം, അപ്പോൾ കടല ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും അങ്ങനെ ഒന്ന് കുറച്ച് കുതിർത്തൊക്കെ വെച്ച് നോക്കി. ഇനി മുള വന്നു കഴിയുമ്പോഴത്തേനും വെക്കാം എന്നുള്ളൊരിതിൽ നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇത് നട്ട് കൊടുക്കാം എന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത്. ചോറിന് ഇന്ന് വിച്ചൂട്ടന് ഇഷ്ടമുള്ള കറി അല്ലായിരുന്നത് കൊണ്ട് അവൻ പറഞ്ഞ് എനിക്ക് ഇഡലിയും കടലക്കറിയും തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ദേവൂട്ടൻ ചോറ് കൊണ്ടുപോയിക്കോളാമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് എനിക്ക് രാവിലെ നല്ല തിരക്കായിരുന്നു. രണ്ടുപേർക്കും 2 രീതിയിലായതുകൊണ്ട് കടലയൊക്കെ അപ്പം ആദ്യം തന്നെ കറി വെക്കണമല്ലോ, കാരണം അവർക്ക് കൊടുത്തും വിടണമല്ലോ. കടല ഇന്ന് ഞാൻ സവോള അങ്ങനെ ഒന്നും ഇട്ടില്ല, കടലയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ വഴറ്റി ചേർക്കാം അങ്ങനെ വിചാരിച്ച്. എപ്പോഴും ഒരേ രീതിയിൽ വെക്കണ്ടല്ലോ എന്ന് വെച്ചൊന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചോറുണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് തിളപ്പിച്ചു വാർത്തിട്ടുണ്ട്. ഇനി ആ കുക്കറിൽ വെച്ച് അതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയെല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ച് നമുക്ക് കടലക്കറിക്കുള്ളത് സെപ്പറേറ്റ് വഴറ്റിയെടുക്കുവാണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിച്ചൂട്ടനെ പോയി വിളിച്ചു കേട്ടോ, റൂമിൽ പോയി ഒന്ന് ലൈറ്റ് ഇട്ടാൽ മതി. വിച്ചൂട്ടൻ ആ ലൈറ്റ് ഇടുന്ന ആ സമയം തന്നെ ചാടി എഴുന്നേറ്റിങ്ങ് പോന്നോളും കേട്ടോ. ദേവൂട്ടൻ പിന്നെയും കുറേ സമയം ഇവിടെ കിടക്കും, നമ്മൾ വിളിച്ചാലും ഇങ്ങനെ ഒട്ടും ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ കിടക്കും കേട്ടോ. ഞാനത് അരിഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം അവിടെ തിളച്ചു എന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണേ. നമുക്ക് പുതിയ ചോറ് വെക്കണമല്ലോ, അത് പിന്നെ നമ്മൾ റൈസ് കുക്കറിലോട്ട് വെക്കുവായതുകൊണ്ട് 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി. അങ്ങനെ ദേവൂട്ടൻ പിന്നെയും കിടക്കും കേട്ടോ. പിന്നെയും കിടന്നിട്ട് പിന്നെ ഒരു 7 മണിയൊക്കെ കഴിയാതെ അവൻ എഴുന്നേക്കത്തില്ല. എഴുന്നേറ്റ് വന്നാലും പിന്നെ ഹാളിൽ വന്നിട്ട് കുറച്ച് സമയോടെയൊക്കെ കിടക്കും. ഇന്ന് എന്നാ പറ്റി, രണ്ടുപേരും 2 ദിവസമായിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു കളിക്കാൻ, അകത്തൊക്കെ തന്നെ ഇരിക്കുമായിരുന്നു. നല്ല തണുപ്പുള്ളതുകൊണ്ടായിരിക്കും. ഇന്ന് പക്ഷെ രണ്ടുപേരും വെളിയിലിറങ്ങി ഓടിച്ചാടി നല്ല കളിയായിരുന്നു കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ മറ്റേ കടലക്കറിക്കുള്ളതൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിച്ചൂട്ടൻ അടുക്കളയിലോട്ട് ചുമ്മാ ഒന്ന് വന്നതാണ് കേട്ടോ. വന്നപ്പോഴത്തേന് ഫോണിൽ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിച്ചു. അതേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവൻ വന്നിട്ട് നോക്കൂ, ഞാൻ പറഞ്ഞു ഇങ്ങനെ താഴേക്കൂടെ നോക്കിയാൽ കൊച്ചിനെ അതിൽ കാണാമെന്ന് പറഞ്ഞു. അവനിങ്ങനെ കുനിഞ്ഞ് നോക്കും കേട്ടോ. കുനിഞ്ഞ് നോക്കും, എന്നിട്ട് എന്തോ ഹായ് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇത് ചെയ്തേക്കില്ല, റെക്കോർഡ് ചെയ്യുവാണ്ട് അതിൻ്റെ സൗണ്ട് കളഞ്ഞേക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വഴറ്റി തുടങ്ങി. നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനാണ് കേട്ടോ പിന്നെ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയാണ് കൂടുതലും ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന നമ്മുടെ കവർ പാലില്ലേ, പാക്കറ്റ് പാൽ, അതാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാലൊന്നും എടുക്കാൻ നിന്നില്ല, പാക്കറ്റ് പാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതാണ് ഇന്നത്തെ നമ്മൾ കറി അങ്ങനെയാണ് ഇന്ന് വെക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ പരീക്ഷണങ്ങൾ. എപ്പോഴും ഒരേ രീതിയിൽ കുറേ നാളിങ്ങനെ വറുത്തരച്ച് തന്നെയായിരുന്നു വെക്കുന്നത്. പിന്നെ അതല്ലാണ്ട് മാറ്റിപ്പിടിക്കും. അപ്പോൾ ചിലപ്പോൾ മസാലയുടെയൊക്കെ ഭയങ്കര ചുവ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകില്ല കേട്ടോ. വറുത്തരച്ച് വെക്കുന്ന ഇഷ്ടമാണ്, അതല്ലാണ്ട്
ഇങ്ങനെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് വെക്കുന്നത് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പം ഞാനിന്ന് ഈ പാലൊക്കെ ചേർത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. കടലക്കറി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ തക്കാളി ചാറ് വെക്കുന്നുണ്ട്. ദേവൂട്ടന് ഇഷ്ടമാണ് തക്കാളി ചാറ്. അപ്പോൾ അവന് ചോറിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ആ കറിയും കൂടെ പെട്ടെന്ന് ആക്കുന്നുണ്ട്. അത് നമ്മൾ വേകാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരപ്പൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് വെന്തിരിക്കുന്ന കടല അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തു. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാക്കറ്റ് പാലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. കടലക്കറി റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ തക്കാളിക്കറിക്കുള്ള തേങ്ങയൊക്കെ ചിരണ്ടുവാണേ. അതവിടെ വേകുന്ന സമയത്ത് നമുക്ക് ഇതുമൊക്കെ ഒന്ന് അരച്ച് വെക്കാം. ഇനി നമുക്ക് മുട്ട പൊരിക്കാനുണ്ട് കേട്ടോ. ദേവൂട്ടന് ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് മുട്ട പൊരിച്ച് കൊടുത്തു വിട്ട്, വെച്ചൂട്ടന് പുഴുങ്ങിയും അങ്ങനെയാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ രണ്ടുപേരും റെഡിയായി. ഓട്ടോയൊക്കെ വന്ന് രണ്ടുപേര് സ്കൂളിലേക്ക് പോയേ. പിന്നെ നമുക്ക് അമ്മ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മെഴുക്കുവരട്ടി ആക്കണമായിരുന്നു. പിന്നെ അമ്മ പാത്രങ്ങളെല്ലാം അന്നേരത്തേന് കഴുകി നമ്മുടെ വർക്ക് ഏരിയയും എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഒരാഴ്ച മുന്നേ ഞാൻ നെല്ലിട്ടതാണ്. നമുക്ക് പറ വെച്ചപ്പോഴത്തേന് അമ്പലത്തിൽ നിന്ന് നെല്ല് കിട്ടുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ പാകി നോക്കിയതാണ്. കിളിർക്കുവാണെങ്കിൽ കിളിർക്കട്ടെ, വിച്ചൂട്ടനും ദേവൂട്ടനും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള ഇതിൽ. പക്ഷെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അതിന് മുളയൊക്കെ വന്നു തുടങ്ങി. ഇത് 4ാമത്തെ ദിവസം ആയപ്പോഴത്തേന് ഇങ്ങനെ വളർന്നു പൊങ്ങി കേട്ടോ. ഇലയൊക്കെ ഇതായിട്ട് വളർന്നു പൊങ്ങി. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിൽ നെൽക്കതിരാകോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, എന്നാലും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇട്ടതാണ്. കിളിർക്കണേ, ഇത് അവരെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ വെച്ചിട്ട്. ഇതൊരു 5 ദിവസം ആയപ്പോഴത്തെ ഇതാണ് കേട്ടോ. എല്ലാം തന്നെ ഇലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. ഇത് വിച്ചൂട്ടനെ കാണിച്ചപ്പോൾ അവർ രണ്ടുപേരും കണ്ടു. ഓ, ഇതല്ലേ നെൽച്ചെടി എന്നൊക്കെ പറഞ്ഞ് കണ്ടു. പക്ഷേ ഇത് കണ്ടിട്ട് വിച്ചൂട്ടൻ പറഞ്ഞ ഡയലോഗ് കേട്ടിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ എന്നായിപ്പോയി കേട്ടോ. കാരണം ഈ നെൽച്ചെടി കണ്ടപ്പോൾ അവൻ പറയാം, രക്ഷപ്പെട്ടല്ലോ അമ്മേ, നമുക്കിനി കാശ് കൊടുത്തൊന്നും അരി വാങ്ങണ്ടല്ലോ എന്ന്. അത് കേട്ടിട്ട് എനിക്ക് എന്താ പറയേണ്ടത് നേരത്തിൽ ശരിക്കും ചിരിയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇനി നെൽച്ചെടിയുടെ വളർച്ച ഓരോ ഘട്ടത്തിലും നമ്മൾ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്താം കേട്ടോ.